സിനിമയായ യഥാർത്ഥ ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് 3 എപ്പിസോഡ് ചെയ്തൊരു സീരീസ് ആണത്. യഥാർത്ഥ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തിന്റെ വീഡിയോ വൈറലാവുകയും പിന്നീട് അത് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചുമാണ് ഈ സീരീസിൽ നമ്മൾ പറയാറ്. അത്തരത്തിലുള്ള ചില റീക്രിയേഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടുള്ള സിംഗിൾ വാച്ച് എപ്പിസോഡ് കാണാൻ വേണ്ടി ഫസ്റ്റ് കമന്റ് നോക്കുമല്ലോ. 2025 ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നെസ്ലൻ, ഗണപതി തുടങ്ങിയവരെല്ലാം തന്നെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന. ആ സിനിമയിൽ അനഘ രവി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു നതാശ. നതാശയുടെ ഒരു ബോക്സിംഗ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊരു യഥാർത്ഥ രംഗത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ പോലെയാണ് കാണിക്കുന്നത്. ഒരു സെർബിയൻ ബോക്സിംഗ് താരത്തിന്റെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഏകദേശം ഇതുപോലെ തന്നെയാണത്. ആഞ്ചല ഇലിക് എന്ന പേരുള്ള ഒരു സെർബിയൻ താരത്തിന്റെ വീഡിയോ പോലെ തന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതൊരു ഹെയർ സ്റ്റൈലും ഡ്രസ്സും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മൂവ്മെന്റും അതുപോലെ തന്നെയാണ്. 2011 പ്രശാന്ത്, മീര ജാസ്മിൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായിരുന്നു മമ്പട്ടിയാൻ. ത്യാഗരാജനായിരുന്നു ആ സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും. ഈ ഒരു ഗാനം ആ സിനിമയിലായിരുന്നു. ഈ ഒരു ഗാനം നമ്മൾ 2025 ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയിലും കേട്ടതാണ്. സിനിമയിൽ പ്രിൻസിന്റെ കല്യാണത്തിന് ബ്രൈഡിന്റെ എൻട്രിയിലായിരുന്നു ഈ ഒരു ഗാനം ഉപയോഗിച്ചത്. ഈ ഒരു രംഗവും യഥാർത്ഥത്തിൽ വൈറലായ ഒരു വീഡിയോയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വൈറലായ ഒരു യഥാർത്ഥ വിവാഹ വീഡിയോയിൽ നിന്നുമായിരുന്നു ആ ഒരു രംഗം ഇൻസ്പയർ ചെയ്തത്. ഇതേ ഗാനം ഉപയോഗിച്ച് മറ്റൊരു കല്യാണത്തിന്റെ എൻട്രി രംഗവും 2025 തന്നെ മറ്റൊരു സിനിമയിൽ വന്നിരുന്നു. അഭിഷാൻ സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി എന്ന തമിഴ് സിനിമയിലായിരുന്നു അത്. ആ ഒരു യഥാർത്ഥ വൈറൽ വീഡിയോയുടെ അതേ രീതി തന്നെയാണ് ഈ 2 സിനിമകളിലും ഉപയോഗിച്ചത്. അബിൻ ജോസഫ് എഴുതി അൻരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രമാണ് നരിവേട്ട. പോലീസോட ജോലിയെ തടസ്സപ്പെടുത്തുന്ന ഫോഴ്സ് യൂസ് பண்ண വേണ്ടി വരും. എല്ലാവരും സഹകരിക്കുക. സിനിമ മുത്തങ്ങ സമരത്തെക്കുറിച്ചും വെടിവെപ്പിനെ കുറിച്ചുമാണ് പറയുന്നത്. സിനിമയിൽ പ്രത്യക്ഷത്തിൽ യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചൊന്നും തന്നെ വ്യക്തമായി പറയുന്നില്ല. ഒരു റൊമാൻറ്റിക് സിനിമയായും ത്രില്ലർ സിനിമയായിട്ടുമൊക്കെയാണ് കഥ പറയുന്നത്. യഥാർത്ഥ സംഭവങ്ങളിലെ പൊളിറ്റിക്സ് വ്യക്തമായി പറയാൻ സിനിമ മടിക്കുന്ന പോലെയാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സംഭവങ്ങൾ പലതും തന്നെ സിനിമയിൽ കാണിക്കുന്നില്ല. മെയിൻ ഇൻസിഡന്റിനെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ത്രില്ലർ സിനിമയാണിത്. ഗോത്ര മഹാസഭ സെക്രട്ടേറിയറ്റിൽ നടത്തിയ കുടിൽകെട്ടൽ സമരമൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അവൈലബിൾ ആണ്. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി വന്നുകൊണ്ട് അത് ഒത്തുതീർപ്പാക്കുന്നതും കരാർ എഴുതുന്നതുമായ കാര്യങ്ങളെല്ലാം തന്നെ സിനിമയിൽ ചില ഡയലോഗിലൂടെ മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് തന്നല്ലേ കടലാസ് ഒപ്പിട്ട് കൊടുത്തേ? മന്ത്രിമാര് കടലാസിലേ കൊടുത്തുള്ളൂ. ഭൂമി നൽകാമെന്ന് മുഖ്യമന്ത്രി ഒപ്പുവെച്ച കരാർ പാലിക്കാത്ത പക്ഷം സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഗോത്രസഭയുടെ നിലപാട്. ഈ സംഭവങ്ങളുടെ എല്ലാം തന്നെ യഥാർത്ഥ ദൃശ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. കേരളത്തിലെ എല്ലാ ആദിവാസികൾക്കും ഭൂമി നൽകും എന്നതായിരുന്നു ആ കരാർ. കാട് കയ്യേറി സമരം ചെയ്യുന്ന കാര്യമെല്ലാം തന്നെ അക്കാലത്തും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റും കൈരളിയും മാത്രമായിരുന്നു പ്രൈവറ്റ് ചാനൽസ് ഉണ്ടായിരുന്നത്. സിനിമയിലും ഈ 2 ചാനലുകളെ വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. പോലീസും ആദിവാസികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അന്ന് കൈരളി ചാനലും ഏഷ്യാനെറ്റും ഷൂട്ട് ചെയ്തിരുന്നു. ആ യഥാർത്ഥ ദൃശ്യങ്ങളെയാണ് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ കാണിച്ച ഇതുപോലെ തന്നെ ഒരു രംഗം യഥാർത്ഥ വീഡിയോയിലും കാണാവുന്നതാണ്. പോലീസുകാർ ഈ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത ചാനൽ റിപ്പോർട്ടർമാരെയും അടിച്ചോടിക്കുന്നുണ്ട്. സിനിമയിലും അത് കാണാവുന്നതാണ്. സാഹസികമായി അവർ പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു ഈ ക്രൂരത ജനങ്ങളെ അറിയിക്കാൻ കാരണമായത്. CK ശാന്തി എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത് CK ജാനുവിനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അക്രമ സംഭവങ്ങൾക്ക് ശേഷം CK ജാനുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ ഇങ്ങനെയായിരുന്നു. സിനിമയിലും ആ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. തുടർന്നാണ് പോലീസ്
പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. ജാനുവിനൊപ്പം കൂടെ ഉണ്ടായിരുന്ന എം ഗീതാനന്ദൻ എന്ന ആക്ടിവിസ്റ്റിനെയാണ് മധു എന്ന ക്യാരക്ടറിലൂടെ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ വനമന്ത്രിയായി കാണിക്കുന്ന ഈ ഒരു കഥാപാത്രം കെ സുധാകരനിൽ നിന്നും ഇൻസ്പയർ ചെയ്തിരിക്കുന്നതാണ്. കാരണം അക്കാലത്തെ വനമന്ത്രി കെ സുധാകരനായിരുന്നു. ഇത് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഭിനന്ദനം അർഹിക്കുന്നു എന്നതാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വളച്ചു കെട്ടി സമരം ചെയ്യാനുള്ള സ്ഥലമല്ല. ജോഗി എന്ന ആദിവാസി യുവാവായിരുന്നു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. ആ വ്യക്തിയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് താമി എന്ന ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നത്. സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ബഷീർ എന്ന കഥാപാത്രമാണ് മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിനോദ് എന്ന പോലീസുകാരനും മുത്തങ്ങ സമരത്തിനിടയിൽ മരിച്ചിരുന്നു. അന്ന് സമരത്തിൽ പങ്കെടുത്ത പലരെയും പിന്നീട് കണ്ടിട്ടില്ല എന്ന് CK ജാനു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ കാണിച്ച കാര്യങ്ങളും സത്യമാകാൻ സാധ്യതയുണ്ട്. സിനിമ യഥാർത്ഥ പൊളിറ്റിക്സിനെ നിർവീര്യമാക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. പോലീസ് വേഴ്സസ് ട്രൈബ് എന്ന രീതിയിലാണ് സംഭവത്തെ കാണിക്കുന്നതും. 2006 രാജൻ പ്രമോദ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിലും മുത്തങ്ങ സമരം കാണിക്കുന്നുണ്ട്. യഥാർത്ഥ ദൃശ്യങ്ങളിലേതുപോലെ തന്നെയുള്ള പോലീസ് ആക്രമണവും ആ സിനിമയിലും കാണിക്കുന്നുണ്ട്. ശിവകാർത്തികേയൻ, സായ് പല്ലവി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ്കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് അമരൻ. ധീര രക്തസാക്ഷി മേജർ മുകുന്ദ് വരദരാജന്റെ കഥയാണ് ചിത്രം പറയുന്നത്. തന്റെ 31-ാം വയസ്സിലായിരുന്നു അദ്ദേഹം ഹിസ്ബുൽ മുജാഹിദ്ദീൻ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെടുന്നത്. ആ സിനിമയിലെ ഒരു രംഗമായിരുന്നു ഇത്. മേജർ മുകുന്ദ് തന്റെ മകളോടൊപ്പം ചെലവഴിക്കുന്ന ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ളതാണ്. ഭാര്യ ഇന്ദു റെബേക്ക വർഗീസ് ഷൂട്ട് ചെയ്ത ആ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ലഭ്യമാണ്. സിനിമയിൽ മേജർ മുകുന്ദിന്റെ ഫ്യൂണറൽ സെറമണി കാണിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിലുള്ള ദൃശ്യങ്ങളാണ്. സിനിമയിൽ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ റീക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇന്ദു റെബേക്ക വർഗീസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും അശോക് ചക്ര വാങ്ങുന്ന രംഗങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിലുള്ള ദൃശ്യങ്ങളാണ്. मुकुंद वरदराजन की पत्नी श्रीमती इंदु मुकुंद। ഇതുപോലെ യഥാർത്ഥത്തിൽ ലഭ്യമായ വീഡിയോസ് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ഈ സീരീസിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള സിനിമകളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. യഥാർത്ഥ വീഡിയോയെ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ച് മാത്രമാണ്. അത്തരത്തിൽ ഒരുപാട് രംഗങ്ങൾ ഇനിയുമുണ്ട്. അവയെല്ലാം ചേർത്തുകൊണ്ട് അടുത്തൊരു എപ്പിസോഡ് ചെയ്യുന്നതാണ്. ഈ സീരീസിൽ നമ്മൾ ചെയ്ത മുമ്പത്തെ എപ്പിസോഡുകൾ കാണാൻ വേണ്ടി ഫസ്റ്റ് കമന്റ് നോക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.